നമ്മുടെ ഇമ്മേട്ടാ ചൂല് ചീന്താൻ തുടങ്ങിയിരിക്കുന്നത് കണ്ടാ. ഇതുപോലെ ഓരോ ഓല എടുക്കുക, ഇതുപോലെ ചീന്തെടുക്കുക കേട്ടോ. വളരെ നൈസായിട്ട് വീട്ടിൽ എല്ലാ വർഷവും തന്നെയാണ് ഈ ചൂല് ചീന്താറ് കണ്ടാ. ഇതുപോലെ നല്ല കഷ്ണം എടുക്കുന്നതിന് ബാക്കി മുറിച്ചിട്ട് കളയാം. അങ്ങനെ ഓരോ ഓല എടുത്തിട്ട് ഗൈസ് നമ്മൾ ചൂലുണ്ടാക്കേണ്ട പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെ മടലിൽ വന്ന് ഇങ്ങനെ ചൂല് ഉണ്ടാക്കാനായിട്ട് ഇത് ഓരോന്നും ഇങ്ങനെ അടത്തിയെടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, തീരെ പരിചയമില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ അടച്ചെടുക്കുക. എല്ലാവരും ബ്രഷാണ് ഉപയോഗിക്കുന്നത്, ചൂലിൻ്റെ പരിപാടിയൊക്കെ നിർത്തിക്കുന്നു. ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് വേറെടുത്തെടുക്കുക. നമ്മുടെ ഇമ്മേട്ടാ ചൂല് ചീന്താൻ തുടങ്ങിയിരിക്കുന്നത് കണ്ടാ. ഇതുപോലെ ഓരോ ഓല എടുക്കുക, ഇതുപോലെ ചീന്തെടുക്കുക കേട്ടോ. വളരെ നൈസായിട്ട് വീട്ടിൽ എല്ലാ വർഷവും തന്നെയാണ് ഈ ചൂല് ചീന്താറ് കണ്ടാ. ഇതുപോലെ നല്ല കഷ്ണം എടുക്കുന്നതിന് ബാക്കി മുറിച്ചിട്ട് കളയാം. അങ്ങനെ ഓരോ ഓല എടുത്തിട്ട് നമ്മൾ അവിടെ വാങ്ങിക്കോ. അമ്മയും ജുമി ഇതാക്കണ്ട, കത്തി വേണ്ട, കത്തി വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ടോ. ചൂല് ചീന്തിയതിൻ്റെ ഇതിർക്കിളി എടുത്ത് വെച്ചിരുന്നുണ്ടോ. ഇങ്ങനെ കൂടുതലായതിൻ്റെ ശേഷം ഞാൻ കാണിക്കട്ടോ. ഫുള്ള് സെറ്റായതിൻ്റെ ശേഷം സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പം അമ്മയാണ് അത് ചീന്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജുമി പഠിക്കുന്നുണ്ട് കണ്ടോ. ജുമി പഠിക്കുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ ചീന്താൻ ആവശ്യം വരും. അമ്മയൊക്കെ ഒറ്റ പ്രാവശ്യത്തിന് തന്നെ ചീന്തിയെടുക്കുന്നുണ്ട്. അവൾ പഠിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും അവൾ പഠിക്കട്ടെ. ചെറിയ മക്കളൊക്കെ അത് പഠിച്ചാലാണ് ഇങ്ങനെ കാര്യം ഉണ്ടായെന്ന് എല്ലാവരും അറിയുള്ളൂ. അത് മുറിക്കാനായില്ല. അവള് വേറെ ആവശ്യത്തിനാട്ടോ ചോറിൻ്റെ ഇറുക്കിൽ മുറിക്കുന്നത്. അപ്പം അമ്മ വെയിറ്റിങ്ങിലാണ്. ഇതാണ് ഈസി ആയിട്ട് ഇതുപോലെ ചീന്തിയെടുക്കുക. രണ്ടാമത് കത്തിയത്തിൽ ഒന്നും കൂടെ ഉണ്ട് ഉഴുത് കൊടുത്താൽ മതി. ഉഴുത് കൊടുക്കുന്ന പറയാ ഉഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇരുട്ടിയുടെ പരിപാടിയാണ്. അങ്ങനെ ഓരോന്നും ചെയ്യാം. ചെയ്തിട്ട് ബാക്കി പിന്നെ തുടർന്ന് കാണിക്കാം.